ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് സെക്ഷൻസിൻ്റെ സെൻട്രോയിഡ് കാണാൻ പോവുകയാണ്. അപ്പോൾ എന്താണ് സെൻട്രോയിഡ് കാണാനുള്ള ലൊക്കേഷൻ? എന്താണ് എക്സ് ബാർ ആണ് കാണുന്നതെങ്കിൽ എന്താണ് ഏരിയ ഇൻറ്റു x1 പ്ലസ് ഏരിയ ഇൻറ്റു x2 എക്സെട്ര ഏരിയ, അതായത് nth പോർഷൻ്റെ ഏരിയ ഇൻറ്റു xn ഡിവൈഡഡ് ബൈ a1 പ്ലസ് a2 പ്ലസ് എക്സെട്ര പ്ലസ് an ആണ് വരുന്നത്. അതുപോലെ തന്നെ y ബാർ ആണ് കാണുന്നതെങ്കിൽ എന്താണ് അതുപോലെ തന്നെ a1 y1 പ്ലസ് a2 y2 പ്ലസ് എക്സെട്ര പ്ലസ് an yn ഡിവൈഡഡ് ബൈ a1 പ്ലസ് a2 പ്ലസ് an ആണ് എന്ത് എക്സ് ബാറും y ബാറും കാണാനുള്ള ഇക്വേഷൻ വരുന്നത്. അപ്പോൾ നമുക്കെന്താണ് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു സെക്ഷൻ തന്നിട്ടുണ്ട്, ഒരു ടി സെക്ഷനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പോർഷൻ 20 mm ആണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ലെഗ് ഇതെന്താണിത് 300 mm ആണ് വരുന്നത്. ദെൻ ഇവിടെ 20 ആണ്, 20 mm. ദെൻ ഈ ഒരു പോർഷൻ 20 mm ആണ് വരുന്നത് ലെങ്ത്ത്. അപ്പോൾ നമുക്കെന്താണ് ഈ തന്നിട്ടുള്ള ഫിഗറിനെ നമുക്ക് രണ്ട് ഏരിയാസായിട്ട് സെപ്പറേറ്റ് ചെയ്യാം. ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ട്രയാങ്കിളും ഒരു വെർട്ടിക്കലായിട്ട് കിടക്കുന്ന ട്രയാങ്കിളായിട്ടും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതിനകത്ത് ആ രണ്ട് സെക്ഷൻസിന് നമുക്ക് അങ്ങോട്ട് മാറ്റി വരയ്ക്കാം. അപ്പോൾ ഇതെന്താണ്, ഇത് 20 and 300 ആണ് ഇതിൻ്റെ ഡയമെൻഷൻ വരുന്നത്. മറ്റതിൻ്റെ എന്താണ് 220 ആണ് ഡയമെൻഷൻ വരുന്നത്. 220 300 ആണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താണ്, നമുക്ക് ഇതിനെ ഞാൻ A1 ആയിട്ടും ഇതിനെ ഞാൻ A2 ആയിട്ടും എടുത്തു. നമ്മളിതിനെ രണ്ട് പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത്, അല്ലെങ്കിൽ രണ്ട് സെക്ഷൻസ് ആയിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്താണ് നമുക്ക് ആക്സിസ് വരക്കാം, നമ്മുടെ റെഫറൻസ് ആക്സിസുകൾ വരക്കാം. അപ്പോൾ ഇതെന്താണ് വൈക്ക് പാരലായിട്ട് ഒരു ആക്സിസ് വരച്ചിട്ടുണ്ട്. ദെൻ ഇനി നമുക്ക് എക്സിന് പാരലായിട്ട് വരയ്ക്കാം. അപ്പോൾ എക്സിന് പാരലായിട്ട് ആകുമ്പോൾ നമുക്ക് ഈ സെക്ഷന് എക്സിന് പാരലൽ ഉണ്ടാവും, അതുപോലെ തന്നെ ഈ ഒരു സെക്ഷനും ഉണ്ടാവും. ഇനി അതുപോലെ തന്നെ ദ ഹോൾ സെക്ഷൻ അതിനും ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ y ബാറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ബാർ വരുന്നത് എന്തായിരിക്കും, ഇപ്പോൾ ഇതിൻ്റെ എക്സ് ആണെങ്കിലും ഇവിടെ തന്നെ ആയിരിക്കും. ദെൻ ഇപ്പോൾ ഈ ഒരു സെക്ഷൻ്റെ എക്സ് എന്താണ് സെയിം ലൈനിലായിരിക്കും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ദ ഹോൾ സെക്ഷൻ്റെ എന്തായിരിക്കും, അതും ഈ സെയിം ലൈനിൽ തന്നെ ആയിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ y ബാർ എന്തായിരിക്കും, ഇപ്പോൾ ഈ ഒരു പോർഷൻ്റെ ആണെങ്കിൽ ഈ ലൈനിലായിരിക്കും. ദെൻ ഇപ്പോൾ ഇതിൻ്റെ ആണെങ്കിൽ ഇതാ ഇവിടെ ആയിരിക്കും വരുന്നത്. ദെൻ ദ ഹോൾ സെക്ഷൻ്റെ അനദർ പോയിൻ്റ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് എക്സുകളെല്ലാം സെയിം ലൈനിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ്സ് ഒക്കെ ഈക്വൽ ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് കാണേണ്ട ആവശ്യമില്ല. ഇനി ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ ഇത് A1 ആയിട്ട് എടുത്തു. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് A1 is equal to എത്രയാണ്, ഇതിൻ്റെ ഡയമെൻഷൻ 300 mm into 20 ആണ്. സോ 300 into 20 is equal to എത്ര വരും, 6000 mm² വരും. ദെൻ A2, ഇനി ഇതിൻ്റെ ഏരിയ എത്ര വരും, ഇത് A1 ആണ്. ദെൻ ജസ്റ്റ് ഇത് മയക്കുന്നുണ്ട്. ഇനി A2 is equal to എത്ര വരും, ഇതിൻ്റെ ഡയമെൻഷൻ എന്താണ് 200 into 20 ആണ് വരുന്നത്. 200 into 20 ചെയ്യുമ്പോൾ എത്ര വരും, 4000 mm² എന്ന് വരും. ഇനി നമുക്കെന്താണ് y1 കാണണം. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഇതിൻ്റെ y1 എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് ഹൈറ്റ് വരുന്നത് എത്രയാണ്, 300 mm ആണ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം എന്താണ് നമ്മൾ കാണാറ്, y/2 ആണ് കാണാറ്. അതെത്രയാണ് 150 വരും. അപ്പോൾ നമ്മുടെ y1 is equal to 150 mm എന്ന് വരും. ദെൻ ഇനി എന്താണ് നമുക്ക് y2 കാണണം. y2 എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഒരു പോർഷൻ്റേതാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇത് 300 mm ഹൈറ്റിലാണ് ഇരിക്കുന്നത്. ഇനി ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, ഇതിൻ്റെ y ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഡിസ്റ്റൻസ് വരുന്നത് എത്രയാണ്, 20 mm ആണ്. അപ്പോൾ അതിൻ്റെ പകുതി, 20യുടെ പകുതി എത്രയാണ്, 10 mm വരും. 10 mm പ്ലസ് എത്രയാണ് ഓൾറെഡി ഉള്ള ഹൈറ്റ് 300. അപ്പോൾ ഈസ് ഈക്വൽ ടു 310 ആണ് വരുന്നത്. ഇനി നമുക്കെന്താണ് നമ്മുടെ y ബാർ കണ്ടുപിടിക്കാം. അപ്പോൾ y ബാർ ഈസ് ഈക്വൽ ടു എന്തെന്നാണ്, y ബാർ ഈക്വൽ ടു നമുക്കിവിടെ എഴുതാം, y ബാർ ഈക്വൽ ടു A1 y1 പ്ലസ് A2 y2 ഡിവൈഡഡ് ബൈ A1 മൈനസ് A2.
ഇനി നമുക്ക് നമ്മുടെ y ബാർ ഈസ് ഈക്വൽ ടു നമ്മുടെ A1 എന്താണ്, അത് 6000 ആണ്, ഇൻറ്റു നമ്മുടെ y1 എന്താണ് 150 ആണ്, പ്ലസ് അടുത്തത് എന്താണ് നമ്മുടെ 4000 ആണ് നമ്മുടെ ഏരിയ വരുന്നത്, ഇൻറ്റു 310 ഡിവൈഡഡ് ബൈ 6000 മൈനസ് 4000 ആണ്. അപ്പോൾ എന്താണ് വരിക, ഇവിടെ 2000 എന്ന് വരും ഡിനോമിനേറ്റർ. ദെൻ ഇവിടെ എന്താണ് 6 ഇൻറ്റു 150 എത്ര വരും, ഇത് എത്ര വരും, 6000 ഇൻറ്റു 150 ചെയ്ത് കഴിഞ്ഞാൽ 6 ഇൻറ്റു 15 എത്ര വരിക, 90 വരും. പിന്നെ എത്ര പൂജ്യം ഉണ്ട്, ഇനി 4 പൂജ്യം കൂടി ഉണ്ട്. പ്ലസ് ഇവിടെ എത്രയാണ്, 31 ഇൻറ്റു 4 ചെയ്ത് കഴിഞ്ഞാൽ 124 വരും. പിന്നെ 4 പൂജ്യം കൂടി. അപ്പോൾ എന്താണ് ഇവിടെ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും, 1 അല്ല 2 1 4 ഡിവൈഡഡ് ബൈ സോറി നമ്മൾ A1 മൈനസ് A2 ചെയ്തത് പ്ലസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് വരിക, ഇത് 2000 അല്ല വരിക, ഇവിടെ എത്ര വരിക 6000 4000 കൂടി 10000 ആണ് വരിക. അപ്പോൾ ഇവിടെ എത്ര പൂജ്യം, ഇത്രയും സീറോസ് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആൻസർ വരുന്നത് 214 ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു y3 കിടക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ y ബാർ കിടക്കുന്നത് എവിടെയാണ്, ലോവറിൽ നിന്ന് 214 mm ഹൈറ്റിലാണ് കിടക്കുന്നത്. നമ്മളിപ്പോൾ ആ ടി സെക്ഷൻ്റെ 300 ആണെങ്കിൽ ഏകദേശം എവിടെ വരും, ഇവിടെയൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഇതെങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വേറൊരു എക്സാമ്പിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഫിഗർ ഇതാണ്, നമുക്ക് തന്നിട്ടുള്ളൊരു ഫിഗർ വരുന്നത്. ഇതിനകത്ത് ഇനി ഡയമെൻഷൻസ് തന്നിട്ടുള്ള എന്താണ്, ഇവിടെ 3 cm, ദെൻ 6 cm, ദെൻ 2 cm. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയുന്നുണ്ടാവും, അത് നമ്മൾ ഓൾറെഡി സെപ്പറേറ്റ് ആയിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതൊരു ട്രയാങ്കിളാണ് വരുന്നത്, ഇതൊരു റെക്റ്റാങ്കിളാണ് വരുന്നത്, ഇതൊരു സെമി സർക്കിളാണ് വരുന്നത്. അപ്പോൾ 3 സെക്ഷൻസ് ജോയിൻ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു എന്താണ് തന്നിട്ടുള്ള ഒരു ഫിഗർ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് എക്സ് ബാറും വൈ ബാറും കണ്ടെത്തണം. അപ്പോൾ ഇതിനകത്ത് ഞാൻ ജസ്റ്റ് ഈ പിക്ചേഴ്സിനെ സെപ്പറേറ്റ് ചെയ്ത് വരയ്ക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരും, ദെൻ ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ കൂടെ വരും, ഇതിൻ്റെ ഇങ്ങനെ വരും. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താണ് വേറെ വേറെ സെപ്പറേറ്റ് ഇക്വേഷൻസ് വെച്ചിട്ട് അറിയാം. അപ്പോൾ നമുക്ക് ഈ സർക്കിളിൻ്റെ റേഡിയസ് അവർ 2 സെൻറ്റിമീറ്റർ റേഡിയസ് ആണ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത്ത് 6 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇവിടെ ബേസ് 3 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് അറിയില്ല. ഹൈറ്റ് എന്താണ്, ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ നമുക്ക് കണ്ടെത്തിയാൽ മതി. ഡയമീറ്റർ ഇതിൻ്റെ എത്ര വരിക, 4 വരും. കാരണം ഇതിൻ്റെ ഡയമീറ്ററിലാണ് എന്ത് നമ്മുടെ ഈ ഒരു റെക്റ്റാങ്കിൾ ജോയിൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് എത്ര വരിക, 4 cm വരും. ഇവിടെയും 4 cm എന്നാണ് വരിക. കാരണം ഈ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്തിലാണ് നമ്മുടെ ഈ ഒരു ട്രയാങ്കിൾ അവർ ജോയിൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമ്മുടെ ഈ ഒരു റെക്റ്റാങ്കിളുടെ കേസിലാണെന്നുണ്ടെങ്കിൽ എന്താ വരിക, y ബാറും എക്സ് ബാറും വരുന്നത് എന്താണ്, x/2 ആൻഡ് y/2 ആണ്. അപ്പോൾ എന്ത് വരിക, 3 ആൻഡ് 3,2 എന്ന് വരും, 3,2 എന്ന് വരും. അപ്പോൾ നമ്മളെന്താണ് ഇതിൽ ഓരോ ബോഡിക്ക് ഓരോ പേര് കൊടുക്കണം. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇതിനെ ഫസ്റ്റ് ബോഡി എന്ന് വിളിക്കുകയാണ്, ഇതിനെ സെക്കൻഡ് ബോഡി, ഇതിനെ തേർഡ് ബോഡി എന്ന് വിളിക്കുന്നു. 1 2 3 നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്ത് പോവുക. അപ്പോൾ നമുക്കെന്താണ് നമ്മുടെ ഫസ്റ്റ് ബോഡി, അതായത് ഇതിൻ്റെ x1ഉം x2ഉം അല്ല x1ഉം എന്ത് x1ഉം y1ഉം കാണണം. അപ്പോൾ അതിന് x1 കാണാനുള്ള ഇക്വേഷൻ എന്താണ് നമുക്കറിയാം. ഇപ്പോൾ ഈ ഒരു സർക്കിൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, എക്സ് ബാറും വൈ ബാറും ഈക്വൽ ടു എന്താണ് 4r/3π ആണ് വരിക. പക്ഷേ നമുക്ക് എന്താണ് തിരിച്ചാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് എന്തായിരിക്കും ഇതിൻ്റെ എക്സ് ബാർ എന്തായിരിക്കും, അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു എന്തെന്ന് വരും, നമുക്ക് r - 4r/3π എന്ന് വരും. അപ്പോൾ അതെത്ര വരിക, നമുക്കറിയാം r 2 ആണ്. 2 - 4 × r എന്താണ് 8 ഡിവൈഡഡ് ബൈ 3π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും, 9 പോയിൻറ്റ് സംതിങ് വരും. 9 പോയിൻറ്റ് സംതിങ് അല്ല, 314 പൈ ആയിട്ട് എടുക്കുകയാണ് കേട്ടോ ഇവിടെ. അപ്പം എന്ത് വരും,
922 അല്ലേ വരിക? നമ്മൾ ഇവിടെ എത്രയാണ് 42 വരും, 9.42 എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? 1.15 ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സ് വരുന്നത് 1.15 ആണ്. ദെൻ ഇനി അടുത്തത് നമ്മുടെ ഈ റെക്റ്റാങ്കിളിൻ്റെയാണ്. റെക്റ്റാങ്കിളിൽ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു 3 2 ആണ് വരിക. പക്ഷേ ഇതിനകത്ത് 3 2 മാത്രമല്ല, നമുക്കെന്താണ് അതിൻ്റെ കൂടെ ഈ ഒരു എന്താണ് നമ്മുടെ ഇത്രയും ഡിസ്റ്റൻസ് കൂടി എന്താണ് നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് കൂട്ടണം. അതായത് x3യുടെ കൂടെ എന്താണ് ആ ഒരു എന്താണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള റേഡിയസ് 2 കൂടി കൂട്ടണം. അപ്പോൾ എന്ത് വരും? 5,2 എന്ന് വരും. എന്താണ് ഇത്? 5,2 ആണ് വരുന്നത്. ഇവിടെ എന്താ എക്സ് 1.15ഉം ഇനി ഇതിൻ്റെ y വരുന്നത് ഓൾറെഡി നമുക്കറിയാം എത്രയാണ്, അതാ 3r/π ആണ് വരുന്നത്. സോറി, എത്രയാണ്? d/2 ആണ് വരിക. d/2 എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ബൈ 2. അപ്പോൾ ഇതിൻ്റെ y വരുന്നത് എത്രയാണ്? 2 cm തന്നെയാണ് വരുന്നത്. ദെൻ ഇതിൻ്റെ y2, നമുക്ക് ഇതിൻ്റെ y2 ഓൾറെഡി കിട്ടി, 2 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കാണേണ്ടത് ഈ ഒരു എന്താണ് ഇതെന്താ ട്രയാങ്കിളാണ്. സോ ഇതിൻ്റെ എന്താണ് ട്രയാങ്കിളുടെ 1/3 ഇൻറ്റു ബേസ് 1/3 ഇൻറ്റു ഹൈറ്റും ആണ്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് എന്താണ്? 1/3 ഇൻറ്റു ഇതിൻ്റെ ആകെ ഹൈറ്റ് എത്രയാണ്? 4 ആണ്. അപ്പോൾ 4/3 ആണ് ഇത് ഇതിൻ്റെ ഹൈറ്റ്. അതായത് ഇതിൻ്റെ y വരുന്നത് 4/3 ആണ്. പക്ഷെ എക്സ് വരുന്നത് എന്താണ്? ഈ 6 വരും, പിന്നെ ആ 2 വരും, പ്ലസ് എന്താണ് വരിക? 3/3 വരും. അപ്പോൾ 3/3 പ്ലസ് 6 പ്ലസ് എത്രയാണ്? 2 അല്ലേ? അപ്പോൾ 8 + 1 9 എന്നാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സ് എത്രയാണ്? 9 ആണ് വരുന്നത്. അത് നമുക്ക് എല്ലാ വാല്യൂസും കിട്ടി. അതായത് x1, ഇത് x1, ഇത് x2, ദെൻ ഇത് x3, ഈ 9 ആണ് x3, ദെൻ y1, ഈ 2 y2, ദെൻ ഇത് y3. ഇത്രയും കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് എക്സ് ബാർ കാണാം. അപ്പോൾ അതിന് മുൻപ് ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ത് വരും? ഈ സർക്കിളിൻ്റെ ഏരിയ അല്ലെങ്കിൽ സെമി സർക്കിളിൻ്റെ ഏരിയ എന്ത് വരും? നമുക്കറിയാം πr² ആണ് വരുന്നത്. പക്ഷേ 1/2 ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യണം? πr² ചെയ്യണം. അപ്പോൾ 1/2 ഇൻറ്റു πr² എന്ത് വരും? 2ൻ്റെ സ്ക്വയർ വരും. അപ്പോൾ നമുക്ക് ഓൾറെഡി 2 ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ എന്ത് വരും? 2π എന്ന് വരും. 2π എത്രയാണ്? 6.28 cm² ആണ് വരുന്നത്. ദെൻ നമുക്ക് എന്താണ് ഇത് നമുക്ക് ഇങ്ങോട്ട് എഴുതി വെക്കാം. A1 = 6.28 cm². ദെൻ ഇവിടെ ഏരിയ എന്താ വരിക? 6 × 4 24 എന്ന് വരും. 24 cm². ഇവിടെ ½ BH. അപ്പോൾ 1/2 ഇൻറ്റു 4 ഇൻറ്റു 3. അപ്പോൾ എന്ത് വരും? 2 ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ 6 cm² വരും. എത്രയാണ്? 6 cm². ഞാൻ ഇവിടെ ജസ്റ്റ് എഴുതിയേക്കാണ്. A3 = ഇത് A2 = അപ്പോൾ ഇനി നമുക്ക് എന്താണ് എക്സ് ബാറും വൈ ബാറും കാണാം. അപ്പോൾ ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇതൊക്കെ മാച്ച് കളയേണ്ടി വരികയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് കണ്ടുപിടിക്കാം, ബാക്കി പറയാം. എക്സ് = എന്ത് വരും? ഫസ്റ്റ് ഏരിയ 6.28 ഇൻറ്റു 1.15 ആണ് ഇവിടെ എന്ത് x1 വരുന്നത്, പ്ലസ് A1 ഇൻറ്റു x1 പ്ലസ് A2 എത്രയാണ്? 24 ആണ്, ഇൻറ്റു അതിൻ്റെ ഇത് വരുന്നത് എത്രയായിരുന്നു? 5 ആണ്, പ്ലസ് 6 ഇൻറ്റു 9 ഡിവൈഡഡ് ബൈ 6.28 A1 പ്ലസ് A2 പ്ലസ് A3 24 പ്ലസ് 6 36.28 വരും. ഇവിടെ എത്ര വരും? ന്യൂമറേറ്ററിൽ എത്രയാണ്? 6.28 ഇൻറ്റു 1.15 എത്ര വരും എന്നറിയൂ? 7.22 വരും. പ്ലസ് ഇനി എത്രയാണ്? 24 ഇൻറ്റു 5 അത് എത്ര വരിക? 120 വരും. പ്ലസ് 6 ഇൻറ്റു 9 എത്ര വരിക? 54 അല്ലേ വരിക? 54 വരും. അപ്പോൾ 54 പ്ലസ് 120 പ്ലസ് എത്രയാണ്? 7.22 = എത്ര വരും? 181.22 വരും. ഡിവൈഡഡ് ബൈ 36.28 എത്ര വരും? 4.99 വരും. അപ്പോൾ ഇത് എത്രയാണ്? അപ്രോക്സിമേറ്റ്ലി = 5 cm. അതായത് നമ്മുടെ 5 cm കിടക്കുന്നത് എവിടെയാണ്? നമുക്ക് ആ ഒരു റെക്റ്റാങ്കിൾ ഉണ്ടായിരുന്നില്ലേ നമ്മുടെ പഴയ ഫിഗറിൽ, അതിൻ്റെ ജി തന്നെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ എക്സ് ബാർ തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ ഈ ഹോൾ ഏരിയയുടെ എക്സ് ബാർ ആയിട്ട് കിട്ടിയിട്ടുള്ളത് നമുക്ക്.
തൊട്ടടുത്ത് കിടക്കുന്ന പോയിൻ്റാണ് 4.99 ആണ് വരുന്നത്, അതിൻ്റെ 5 ആയിരുന്നു. ഇനി നമുക്ക് y ബാർ ഇതുപോലെ കണ്ടെത്തണം. y ബാർ ഇസ് ഈക്വൽ ടു എത്ര വരും നമുക്ക്? അഗെയിൻ 1 ഇൻറ്റു 6.28 ഇൻറ്റു 2 ഇൻറ്റു പ്ലസ് 24 ഇൻറ്റു 2 പ്ലസ് ഇതാരാണ് 6 ഇൻറ്റു 4/3. ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? ഇവിടെ 2 വരും. അപ്പോൾ ഇവിടെ 8 വരും. ഓൾ ഡിവൈഡഡ് ബൈ നമുക്ക് നേരത്തെ കിട്ടിയത് 6.28 ഇൻറ്റു നമുക്ക് നേരത്തെ കിട്ടിയ എത്രയായിരുന്നു? 36.28 അല്ലേ? അത് നമുക്ക് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കാം. 36.28 ഡയറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി 6.28 ഇൻറ്റു 2 എത്ര വരിക? 2 ഇൻറ്റു 6.28 ഇസ് ഇക്വൽ ടു എത്ര വരും? നമുക്ക് 12.56 വരും. പ്ലസ് 24 ഇൻറ്റു 2 വരും എത്ര? 48 വരും. പ്ലസ് 8 വരും. അപ്പോൾ ഇത് വരും 56 പ്ലസ് എത്രയാണ്? 12.56 വരും. അപ്പോൾ ആകെ എത്ര വരും? 68.56 ഡിവൈഡഡ് ബൈ 36.28 വരും. എത്ര വരിക? നമുക്ക് കിട്ടിയിട്ടുള്ള എന്തായിരുന്നു? ആൻസർ വരുന്നത് 1.89 ആണ് വരുന്നത്. 1.889 ആണ് വരിക. 1.89 നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് എടുക്കാം. അതെവിടെ വരിക? നമ്മുടെ ഈ ഒരു സാധനത്തിൻ്റെ, അതായത് നമ്മുടെ സർക്കിളിൻ്റെ റേഡിയസ് വരുന്നത് 2 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ നമ്മളുടെ റെക്റ്റാങ്കിളിൻ്റെയും വരുന്നത് 2 സെൻറ്റിമീറ്റർ ആണ്. എന്ത് വരുന്നത്? ഹൈറ്റ് വരുന്നത്, അല്ലെങ്കിൽ സെൻറ്റർ വരുന്നത്. സോ ഏകദേശം അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വരും നമ്മളുടെ ഹോൾ പോർഷൻ്റെ y ബാർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എക്സ് ബാറും y ബാറും എങ്ങനെ കിട്ടുന്നതെന്നും അതെവിടെ വരും, എന്താണ് സംഭവം എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു 2 കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടിയും മനസ്സിലാവും.